ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് കുക്കറിലോട്ട് ഒരു കപ്പോളം കീൻവയും ഒരു 2 തക്കാളിയും പിന്നെ ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് അടിപൊളി ഒരു ഡിന്നർ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഡിന്നർ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് ഞാനൊന്ന് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകൊന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 വറ്റൽമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ആ നെയ്യിലിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താലും മതിയാവും. ഇത്രയൊക്കെ ഒന്ന് മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചതച്ചത് ആണ് കേട്ടോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിനകത്തിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം ആണിത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു 2 തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നു, അതൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഈ തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് ഉടഞ്ഞു വരുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ കീൻവ ഒക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ നമ്മുടെ രസം പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രസം പൗഡർ ഇല്ലെങ്കിൽ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ രസപ്പൊടി ചേർക്കുന്നുണ്ട്, ഇതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി ആ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കപ്പോളം കീൻവ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കീൻവ ഉപയോഗിക്കുന്നത് അരിക്ക് പകരമാണ് കേട്ടോ. ഈ സംഭവം തന്നെ നമ്മൾ അരിയിൽ ഉണ്ടാക്കിയെടുക്കും, ബിരിയാണി അരിയിലോ പച്ചരിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കും ഇത്. അപ്പോൾ ഇത് നമ്മൾ കീൻവയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതാണ് കഴുകി വൃത്തിയാക്കി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കൂടുതൽ വെള്ളം തന്നെ ഇതിന് വേണം. കാര്യം ഇത് വെന്ത് ഒരുമാതിരി കുറച്ച് ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു കുഴഞ്ഞ പാകത്തിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ എടുത്ത കണക്കിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ പാകമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കീൻവയൊക്കെ സലാഡായിട്ട് കഴിക്കുന്നവരുണ്ട്. പിന്നെ ചോറിന് പകരം കഴിക്കുന്നവരുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാം കേട്ടോ. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ. കണ്ടോ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കീൻവയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടല്ല, കുറച്ച് കുഴഞ്ഞ പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്കൊന്ന് കിട്ടേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കീൻവ രസം സാദം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. രസം സാദം കീൻവ വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ പിന്നെ അല്ലെങ്കിൽ ഒരു അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.